ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇമാജിനറി ആൻഡ് സിമ്പിൾസിനെ കുറിച്ചായിരുന്നു. നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ വരുമ്പോൾ ഒരുപാട് പോയംസും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ പോയട്രിയിലും അതുപോലെ തന്നെ ഓരോ കഥകളിലും നോവലുകളിലും ഒക്കെ നമ്മൾ ചിലപ്പോൾ ചില ചിഹ്നങ്ങൾ അതുപോലെ തന്നെ ചില പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഈ പിക്ചേഴ്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സിമ്പിൾസും ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റീവ് റൈറ്റിംഗിനെ കുറച്ചും കൂടെ ബലവത്താക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമാജിനറി ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഉള്ളതാണ്. അപ്പോൾ ഓരോ ഇമേജസ് അതുപോലെ തന്നെ സിമ്പിൾസ് ഇതെല്ലാം അവരുടെ രചനകളെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ രചയിതാക്കളും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇമാജിനറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. Images appear in both prose and poetry, but in different ways in narrative and lyric modes. Poetry has the power of a general settlement with universal significance that prose imagery rarely, if ever, activities achieves. This is due in the part of the lyric modes operation within the through images. An image is frequently dismantled and the reassembled within a single poem. Equality, frequently the opposite procedures is used. The greatest master of image used among prose writers. അപ്പോൾ ഇമാജിനറി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോരോ പോയറ്റ്സും അല്ലെങ്കിൽ ഓരോരോ ഗദ്യകർത്താക്കളും അതുപോലെ തന്നെ നമ്മുടെ നോവലിസ്റ്റുകളുമല്ല ഈ ഒരു ഇമാജിനറി തിങ് അവരുടെ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പിക്ചേഴ്സ് ഇമേജസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഓരോരോ കഥകൾ നോവൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാം അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിത്രരചനകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു വാക്ക് രൂപത്തിൽ ആ ഒരു പ്രകൃതിനെ കുറിച്ചും ആ ആളുകളുടെ ഭാവി രൂപത്തെ കുറിച്ചുമൊക്കെ അവർ ആ ഒരു രചനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇമാജിനറി സോഴ്സ് നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കൂടുതൽ നല്ല രീതിയിൽ ആക്കി തീർക്കുമെന്ന് നമുക്ക് നിശേഷം പറയാൻ സാധിക്കും. Equally, frequently the opposite procedures is used. The greatest master of image used among prose writing, Franz Kafka, appears to feel that think through images. Some good examples include the castle, the trial, and the metamorphosis, the country doctor, and the killing machine is in the panel settlement. Okay, അപ്പോൾ നമ്മൾ എല്ലാ കഥകളിലും അതുപോലെ തന്നെ പോയംസിലൊക്കെ നമ്മൾ ഒരു ഇമാജിൻസ് അല്ലെ ഇമേജസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇമാജിനറി പവർ കൂട്ടാനായിട്ട് ഈ ഇമേജസ് ഒക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ കഥകളെ കുറിച്ചും ആ കഥ നടക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടൊരു അവബോധം നമുക്ക് ഈ പിക്ചേഴ്സിലൂടെ ലഭിക്കുന്നുമുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് സിമ്പിൾസ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു ക്രിയേറ്റീവ് റൈറ്റർ ആകുമ്പോൾ സിമ്പിൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. A person, thing, place, event, and of action that implies something other than its literally meaning in referred to as a symbol. Symbols in poetry can be conventional, with means something that is widely recognized to represent a specific idea, or literally with the means something that goes beyond the traditional public meaning. Unlike traditional symbols, which are also used to convey tone and meaning in poetry, contextual or literary symbols reflect the speaker's internal state of mind as revealed by the images. Poets express their emotions through symbols. അപ്പോൾ സിമ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ ഓരോ സിമ്പിൾസ് വഴിയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് നമ്മുടെ വാലന്റൈൻസ് ഡേയ്സിലൊക്കെ നമുക്ക് റോസാപ്പൂക്കളൊക്കെ നമ്മൾ കൊടുക്കാറും വാങ്ങിക്കാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ റോസാപ്പൂക്കൾ എന്ന് പറയുന്നത് ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ റോസാപ്പൂവിനെ കാണുന്നത്. അപ്പം ഈ ഒരു റോസാപ്പൂ അതുപോലെ തന്നെ ഇരുട്ട് ഇതിനെല്ലാം ഓരോരോ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഓരോരോ വികാരങ്ങളുടെ ഒക്കെ പ്രതീകമായിട്ട് നമ്മൾ നമ്മുടെ കഥകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളെ ഒന്ന് കൺവേ ചെയ്യാനായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് ഇത് സിമ്പിൾസ് പ്രവർത്തിക്കാറുണ്ട്. ഇപ്പം നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്റെ മനസ്സിൽ മുഴുവൻ ഇരുട്ടാണ്, എനിക്ക് വഴി അറിയാതെ ആ ഇരുട്ടത്ത് ഞാൻ ആകെ പെട്ടുപോയിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്താണ്, ആ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ ഇരുട്ടിനെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ എന്റെ ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണെന്ന് പറയുന്നത്
നമ്മൾ അത് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ ഒരു ശരിയായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഇവിടെ പറയാം. അതൊരു സിമ്പിൾ ആയിട്ടാണ് ഇവിടെ നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണെന്ന് പറയാം. അതുപോലെ തന്നെ ഹൃദയം മുഴുവൻ കറുപ്പാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പം ഹൃദയം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമാണ്. വളരെ അത് സ്നേഹിക്കാനായിട്ട് അറിയാത്ത ആളുകളുടെ ഹൃദയം അല്ലെങ്കിൽ വഞ്ചിക്കുന്ന ആളുകളുടെ ഹൃദയം എപ്പോഴും കറുത്തിട്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സിമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്നേഹം തോന്നുമ്പോൾ നമ്മൾ റോസാപ്പൂക്കൾ കൊടുക്കുന്നതൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പ്രണയത്തിന്റെ സിമ്പിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ സിമ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മെറ്റാഫോർ എന്ന് പറയുന്നത്. മെറ്റാഫോർ എന്ന് പറയുന്നത് എ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് എ മെറ്റാഫോർ ഈസ് സ്ട്രെങ്തൻസ് എ പോയംസ് ഇവോക്കേറ്റീവ് പവർ ആൻഡ് ഇൻക്രീസസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ആൻഡ് പവർ. അപ്പോൾ മെറ്റാഫോർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് മെറ്റാഫോർ എന്ന് പറയുന്നത്. നമുക്ക് വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതികളിലൂടെ സംഭാഷണങ്ങളിലൂടെയൊക്കെ നമ്മുടെ വികാരങ്ങൾ എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റു വായനക്കാരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ സംഭാഷണങ്ങൾ രൂപപ്പെടുത്തിയാൽ ആ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് കൂടുതൽ മികച്ചതാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറയാറുണ്ട്. അപ്പൊ മെറ്റാഫോർ എന്ന് പറയുന്നതും നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. The metaphor attempts to identify or fuse two objects in order to create a new one that shares some of their characteristics of attributes. The difference between the smile is that the latter simply connects two distinct entities. A smiley's comparison is straightforward and frequently mandated. Whereas a metaphor creates an entirely new type of association by discovering the combining resemblance between two otherwise dissimilar objects. Smiles are more straightforward than metaphors. It is important to remember, however, that a metaphor evaluate from a smiley. അപ്പോൾ നമ്മൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളൊക്കെ നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കഥകളിലൂടെ പറയാനായിട്ട് ശ്രമിക്കണം. നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സിമ്പിൾസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള വാക്യങ്ങൾ, സംഭാഷണങ്ങൾ രൂപപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇമേജസ് നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു കഥയെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഇമേജസും ആ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കൺവീനിയന്റ് ആയിരിക്കും വായനക്കാർക്ക്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് ഡിക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിക്ഷൻ റിഫേഴ്സ് ടു എ പോയറ്റ്സ് ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ഹി യൂസസ് ദം ഇൻ ഹിസ് പോയട്രി. അപ്പൊ ഡിക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ വാചികമായിട്ട് ആ ഒരു ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വാചികമായിട്ടുള്ള രേഖകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഡിക്ഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ലാംഗ്വേജും അതുപോലെ തന്നെ ഡിക്ഷൻ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ രചനകൾ കൂടുതൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വെറുതെ എഴുതുന്നതും അതുപോലെ തന്നെ കുറച്ച് സങ്കല്പങ്ങളും അതുപോലെ തന്നെ കുറച്ച് വർണ്ണനകളൊക്കെ ഉൾപ്പെടുത്തി എഴുതുന്നതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ വായിക്കാൻ തോന്നുന്നത് എന്താണ്? ആ വർണ്ണനകളിലൂടെ നല്ല രീതിയിൽ ആഖ്യാന രീതിയിൽ ആഖ്യാന ഭംഗിയോടുകൂടി എഴുതിയ ലേഖനങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ വായിക്കാനായിട്ട് തോന്നുക. അപ്പൊ ആ രീതിയാണ് നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. ലാംഗ്വേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വേർഡ്സ് ഇൻ പോയട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പോയട്രി എന്ന് പറയുന്നത് നമുക്ക് നോവൽ അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് പോലെയുള്ളതൊന്നും അല്ല എന്ന് നമുക്കറിയാം. പോയട്രി എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു സ്പേസിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം ഈ ഒരു പോയട്രി എഴുതുമ്പോൾ. അതുപോലെ തന്നെ നല്ലൊരു ഗദ്യ അല്ലെങ്കിൽ ഒരു പ്രാസ ഭംഗിയോട് കൂടിയായിരിക്കണം നമ്മൾ പോയട്രീസ് എഴുതാനായിട്ട്. അതുപോലെ അതിന് നല്ലൊരു ഹെഡിങ് നമ്മൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പോയം എഴുതുമ്പോൾ റെഫർ ചെയ്യാനുണ്ട്. അപ്പൊ വേർഡ്സ് ഇൻ പോയട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പോയം എഴുതുമ്പോൾ അത്യാവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കാനും ഇത് പ്രാസഭംഗിയോടുകൂടി ആണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും ഉള്ള ചുമതല ആ ഒരു പോയം എഴുതുന്ന ആൾക്കുണ്ട്.
Semantics cannot provide us with a absolute certainty about the intrinsic meaning of words because they can be elusive and take on colors from their surroundings. Words denote when they suggest a meaning other than the basic meaning implies by the word, and words cannot when they suggest a meaning other than the basic meanings implies by the word. For example, the basic meaning implied by the word. For example, the related words empathy, blank, and occasions all denote varying shades of vacancy, while a last word uh, also cannot initially of obtuseness. Even denotative words can take an additional dimensions and layered implications of hand of a skilled poet due to the scent and smell they carry. A good poet boundens meaning and the offers new perspective. ഈ വേർഡ്സ് ഇൻ പോയട്രി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വേർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ വായനക്കാർക്ക് നല്ലൊരു അനുഭൂതി കൊടുക്കാനായിട്ട് അവർക്ക് കഴിയും. കാരണം നമ്മൾ പല പല കവിതകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാമ്പഴം എന്ന് പറയുന്ന ഒരു കവിതയുണ്ടല്ലേ. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. അപ്പൊ ആ ഒരു കവിത എന്ന് പറയുന്നത് വായനക്കാരനെ മുഴുവൻ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ ആ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു കവിതയാണ്. ഒരു ഓമനയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ മകനെ അവൾക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു നഷ്ടപ്പെടലിന്റെ ആ വേദന അവൾ ഇന്നും അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ആ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീണപ്പോൾ അത് തന്റെ കുഞ്ഞിന് കൊടുക്കണമല്ലോ. ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ ഒരു കുഞ്ഞ് ആ ഒരു പഴത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണെന്നുള്ള ചിന്ത അവളുടെ മനസ്സിലേക്ക് വരികയും ആ ഒരു പഴം കൊണ്ട് അവൾ ആ കല്ലറയുടെ അവിടെ പോയി ആ പഴം ആ കല്ലറയുടെ മുകളിൽ വെച്ച് അമ്മയോ ആ ഒരു കുഞ്ഞിനോട് പറയുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ഭയങ്കര അധികം ഇമോഷണലി ആക്കുന്നതാണ്. അതുപോലെ തന്നെ അതിലെ ഓരോ വേർഡ്സും നമ്മളെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ്. കാരണം വളരെ ചെറിയ വേർഡുകളെ നമുക്ക് ആ ഒരു പോയത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ ആ യൂസ് ചെയ്ത എല്ലാ വേർഡുകളും നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നതാണ്. അപ്പൊ ഈ വേർഡ്സ് ഇൻ പോയട്രി എന്ന് പറയുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പോയംസ് എഴുതുമ്പോൾ ആ ഒരു പല പല പോയംസ് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ആഴത്തിൽ പതിയുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല പ്രാസഭംഗിയുള്ള നല്ല മനോഹരമായ വേർഡുകളായിരിക്കും നമ്മൾ ഈ ഒരു പോയട്രിയിൽ ഉപയോഗിക്കുക. ഇനി മെറ്റീരിയൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് വരുന്നത് റിഥമാണ് ഫസ്റ്റ് വൺ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഥമാണ്. നമുക്കൊരു റിഥം വേണം എന്ന് പറയും. നമ്മുടെ കവിതകളൊക്കെ എഴുതുമ്പോൾ ഒരു റിഥത്തിലാണ് ആ ഒരു കവിതകൾ പുരോഗമിക്കുക. അപ്പോൾ although the term rhythm is used loosely in poetry, it implies repetition and regularly. We take for granted not only the life around us but also the dormant rhythms of language and the best that is unique of that language. It's all there for us to understand, but we are so used to using language for functional purposes that we look for it in any written discourse. Prose discourses by definition provides 100 type of languages, whereas poetry taken us away from our mechanical responses and removes and settle crust to establish new connections between sound and meaning. അപ്പോൾ ഈ ഒരു റിഥം എന്ന് പറയുന്നത് നമ്മുടെ പോയംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു താളത്തിലാണ് ആ പോയം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 2 3 വരികളായിരിക്കും ഓരോ ലൈനിലും ഉണ്ടാവുക. അപ്പൊ ആ ലൈൻ വൈസ് ഒരു പ്രാസഭംഗിയോട് കൂടിയായിരിക്കും രചയിതാക്കൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ റിഥം എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതാണ്. അത് പോയംസിന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണീയതയാണ്. ഇനി വരുന്ന മീറ്റർ ആണ്. മീറ്റർ എന്ന് പറയുന്നത് നമ്മളിത് പറയുന്ന പോലെ റിഥം പോലെ തന്നെ നമ്മുടെ അതിന്റെ താളം, അതിന്റെ ഭംഗി, അതിന്റെ ഒരു ആസ്വാദികരമാകുന്ന ഒരു നമ്മളെ ആ കവിത കുറച്ചുകൂടെ ആസ്വാദികരമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് മീറ്റർ എന്ന് പറയാം. A poem is propelled forward by rhythmic patterns, and the functions of meter is influenced to rhythm. This rhythm meter is an event because it happens while we are reading or reciting. Even if this, however, may go unnoticed by us, only a series of this stimuli
such as a series of energy pulses, will enable us to detect a regular rhythm. Once established in developed is its own momentum and the rhythm propels the verse forward. From a material expectations is created by a rhythm like this, and you gradually become accustomed to the symbolic runs and poses and find yourself activity participating in the poem's rhythmic pattern. അപ്പോൾ ഋതവും മീറ്റർ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഈ ഒരു പോയത്തെ ഭംഗി കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അത് രണ്ടും മെറ്റീരിക്കൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും കൂടിയാണ്. അപ്പൊ ഈ ഋതവും മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പോയംസ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ അതിന്റെ ഒരു ഋതം ഉണ്ടെന്നും അതിനൊരു പ്രാസം ഒപ്പിച്ചാണ് ആ ഒരു കവിത പൂർത്തിയാക്കിയിരിക്കുന്നതെന്നും നമുക്കറിയാം. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴ്വേ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണുകൾ. അപ്പൊ ആ എന്ന് പറഞ്ഞല്ലേ ആ ഒരു നമ്മുടെ പോയത്തിന്റെ ആ വരികളിലെല്ലാം ആ വെച്ചിട്ടാണ് ആ ഒരു വരികൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത് വളരെയധികം എന്താണ് ആ ഒരു പോയത്തെ വളരെയധികം മനോഹരമാക്കുന്ന ഒരു പ്രാസമാണ്. അപ്പൊ ഇത്തരത്തില് തുടക്കം എല്ലാം ഒരേ അക്ഷരം കൊണ്ടോ അതുപോലെ തന്നെ ചില പോയംസിൽ അവസാനിക്കുന്നത് ചിലപ്പോൾ ഒരേ വേർഡുകളിലായിരിക്കും അല്ലെങ്കിൽ ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും ചിലപ്പോൾ ചില പോയംസിന്റെ അവസാനം വരിക. അപ്പൊ അതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു പോയത്തിന്റെ ഭംഗി കൂട്ടുകയും അത് കുറച്ചുകൂടി ആസ്വാദികരമാക്കുകയൊക്കെ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം അത് മീറ്ററും ഋതവും അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണെന്ന് ഓർക്കുക. ഇനി ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ പറഞ്ഞു പോയം എന്ന് പറയുന്നത് ഈ ഒരു ചെറുകഥയിൽ നിന്നും നോവലിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്. അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത് വളരെ സ്പേസ് കുറവായിരിക്കും അതിൽ ലഭിക്കുക. ഒരു പേജിലൊക്കെ ആയിരിക്കും പോയം ചിലപ്പോൾ കംപ്ലീറ്റഡ് ആവുക. അപ്പൊ ആ പോയങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഭംഗി കൊടുക്കണമെങ്കിൽ അതിന് പ്രാസവും അതുപോലെ തന്നെ അതിനൊരു ഋതം ഒക്കെ വേണം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പോയം വളരെയധികം മനോഹരമാവെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ കുറെ ഇന്നോവേഷൻസ് നമ്മുടെ ഈ പോയത്തിന്റെ രചനകളിലും അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയവും മതപരവുമായ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ ചലച്ചിത്ര മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ സിനിമകളിൽ ഉണ്ടായ മാറ്റങ്ങൾ തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സാഹിത്യ കൃതികളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രചനയുടെ ശൈലിയിലും അതുപോലെ തന്നെ രചന നടത്തുമ്പോൾ അതിന്റെ കഥാപാത്രങ്ങളുടെ ധൈര്യത്തിലും ധീരതയിലും ഒക്കെ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ ദ 20th and 21st century, poetry, music and other arts all underwent significant experimentation is reflected ground-breaking discourses as well as new ways of thinking about the viewing our world, from fear, fraud and Jang's discoveries to the most astounding scientific discourses and exploitation technological innovations that changed the dimensions and possibilities of our physical universe. The encouragement of Hindu and Buddhist thought and consciousness, that sense of impending doom due to the threat of nuclear war felt in limited but horrifying from by residents of Nagasaki and Hiroshima, and the feminist revolution, all of these have been unprecedented developments. As their result, artists and writers have sought new forms, new ways of stimulating their vision and overcoming the fragmentation they have experienced. അപ്പോൾ ഇന്നോവേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ പോയംസും അതുപോലെ തന്നെ ചെറുകഥകളും അതുപോലെ മറ്റ് ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് ഒക്കെ നമ്മൾ എഴുതണമെന്നും ഒക്കെ ഇത് വായിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പം പല രീതിയിൽ നമ്മുടെ ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സാഹിത്യ കൃതികളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ സാഹിത്യ കൃതികളെ എങ്ങനെയൊക്കെ മാറ്റി, എത്രത്തോളം അട്രാക്റ്റീവ് ആക്കി, അല്ലെങ്കിൽ ഏതൊക്കെ വ്യത്യാസങ്ങളാണ് ആ സാഹിത്യ കൃതികളിൽ വന്നത് എന്നുള്ളതും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. They argued in favor of using the subjective image because of painting work signed a new way of seeing things, which resulted in the new type of expression. Cubism and later Surrealism also had an impact of literature. The rejection of traditional classical verse forms and material patterns was one of the first manifestation of the new liberated way of seeing
poets started writing in fairy verse rather than any regular meter or line length. They now relate to natural speech rhythms of stressed and unstressed symbols. In addition of free verse, may other experiments were tried. Poets have even dropped formal punctuations and capital letters and the first start of a new verse, a paragraph of line or line. അപ്പോൾ ഈ ഒരു ഇന്നോവേഷൻസിൽ ഉണ്ടായിരുന്ന മാറ്റം നമ്മുടെ കൃതികളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പിക്കാസോ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല ഒരു ചിത്രകാരനാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ചിത്രരചനകളിലൊക്കെ ഒരുപാട് ഒരു ആധുനികത കൊണ്ടുവന്ന വ്യക്തിയാണ്. പണ്ട് കാലഘട്ടത്തിൽ വരച്ചു വന്നുകൊണ്ടിരുന്ന ഒരുപാട് പരമ്പരാഗതമായിട്ടുള്ള ഒരേ പാറ്റേണിലുള്ള ചിത്രരചനാ രീതിയിൽ നിന്ന് പിക്കാസോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ചിത്രരചനകളാണ് അവലംബിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിമർശനാത്മകമായിട്ടുള്ള ചില ആദ്യപടികൾ ചില ആളുകൾ ചവിട്ടാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സാഹിത്യകൃതികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഇമേജ് ആൻഡ് വേരിയസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ ഈ ഇമാജിനറി സെറ്റിങ്സ് അതുപോലെ തന്നെ നമ്മുടെ പോയംസിലാണെങ്കിൽ റിതം അതുപോലെ തന്നെ മീറ്റർ, അപ്പൊ അതെല്ലാം എന്താണെന്നുള്ള കാര്യം എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. അതുപോലെ തന്നെ ഈ ഇമാജിനറി അതുപോലെ തന്നെ സിമ്പിൾസ് ഒക്കെ ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്നുള്ള കാര്യം കൂടെ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം സിമ്പിൾസും അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിലുള്ള ഇമാജിനറി സിസ്റ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയത്തിന് സഹായകരമാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇമേജസും സിമ്പിൾസും ഒക്കെ നമ്മുടെ രചനകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രാവിനെ സമാധാനത്തിന്റെ ചിഹ്നമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് പ്രാവ് എപ്പോഴെങ്കിലും സമാധാനത്തിന്റെ ചിഹ്നമായിട്ട് വർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്താണ്, പ്രാവിനെ നമ്മൾ പലപ്പോഴും സമാധാനത്തിന്റെ ചിഹ്നമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് ചിലപ്പോൾ ചില ആളുകളെ നമ്മൾ ചില സാധനങ്ങളെ ചില പ്രത്യേക സന്ദർഭങ്ങളെയൊക്കെ നമ്മൾ ചിലപ്പോൾ സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സിംഹത്തെയൊക്കെ നമ്മൾ ചിലപ്പോൾ ശക്തിയുടെ അല്ലെങ്കിൽ പ്രൗഢിയുടെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ചില ആളുകളൊക്കെ ഈ ഒരു സിംഹത്തിന്റെ ഒക്കെ ചിത്രമുള്ള ചില ഷർട്ടുകളൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പം അവരെ തന്നെ അവര് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ അവരുടെ ഷർട്ടിലും അതുപോലെ തന്നെ പാന്റിലും ഒക്കെ അവര് അത്തരത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള പാന്റുകളും വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രചനകളിലാണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തില് ഈ ഒരു ചിത്രങ്ങളും അതുപോലെ തന്നെ ഒരു സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൾ ഒരു കുഞ്ഞാടിനെ പോലെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കഥകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ. അവൾ കുഞ്ഞാടിനെ പോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്, നമ്മൾ അവളെ കുഞ്ഞാടായിട്ടാണ് കാണുന്നത്. അവളെ ഒരു കുഞ്ഞാടിനെ പോലെ ഇങ്ങനെ വെളുത്ത ചെറിയ ഒരാളായിട്ടല്ല നമ്മൾ കാണുക. മറിച്ച് വളരെ പാവമായിട്ടുള്ള വളരെ എല്ലാവരോടും വളരെ വിധേയത്വമുള്ള ഒരു കുട്ടിയായിട്ട് നമ്മൾ ആ ഒരു പെൺകുട്ടീനെ കാണും. അപ്പൊ അവളൊരു കുഞ്ഞാടിനെ പോലെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ നിഷ്കളങ്കതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു വെള്ളരി പ്രാവ് അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ അത് സമാധാനത്തിന്റെ ഒരു ചിഹ്നമായി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കൂടുതൽ കാണാറ്. അതുപോലെ തന്നെ ഒരു സിംഹമായിട്ട് അവൻ രൂപാന്തരപ്പെട്ടു, സിംഹത്തിന്റെ ഗർജന പോലെ എനിക്ക് തോന്നി തുടങ്ങിയ നോവലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ രചനകളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യക്തിനെ ഒരു സിംഹത്തിന്റെ ഗർജനത്തോടൊക്കെ അല്ലെങ്കിൽ സിംഹത്തിന്റെ രൂപഭാവത്തോടൊക്കെ നമ്മൾ ഉപമിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ കുറിച്ചും അല്ലെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു അതിന്റെ ഒരു ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു ചിഹ്നമൊക്കെ സിമ്പിൾസ് ഒക്കെ കാണിക്കുന്നത്. ഇപ്പൊ നരസിംഹം അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മോഹൻലാൽ ഇങ്ങനെ നദിയിൽ നിന്ന് കയറി വരുമ്പോൾ ആ ഒരു മോഹൻലാലിന്റെ പകരം എന്താണ് സിംഹം ഇങ്ങനെ നടന്നു വരുന്ന പോലെയൊക്കെ നമ്മുടെ ആ ചിത്രത്തിൽ കാണിക്കുമ്പോൾ അതൊരു സിമ്പിൾ ആണ്. കാരണം അത് മോഹൻലാൽ അവിടെ സിംഹമായി മാറിയെന്നല്ല നമ്മളത് ഉദ്ദേശിക്കുക. അതെന്താണ്, ആ ഒരു സിംഹത്തിന്റെ പ്രൗഢിയും ആ ഒരു ഗർജനവും ആ ഒരു നേതൃത്വ പാഠവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് നമ്മൾ ആ ഒരു ചിത്രത്തിലെ ആ സിംഹവും മോഹൻലാലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ സിംഹത്തെ മോഹൻലാലിന് പകരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു സിംഹത്തിന്റെ ആ ക്യാരക്ടേഴ്സ് മോഹൻലാലിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു
രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഈ സിമ്പിൾസും അതുപോലെ തന്നെ ഇമേജസും ഒക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടുള്ളത് എക്സാമിന്. പിന്നീട് വന്നിട്ടുള്ളത് you write a note on mathematical structure, discuss an importance of a poem tree with examples. അപ്പൊ ഇമേജിന് മെറ്റീരിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാണെന്ന് പറഞ്ഞു. ഒന്ന് ഋതവും പിന്നെ മീറ്ററുമാണ്. ഋതവും മീറ്ററും നമ്മുടെ താളത്തെയാണ്, നമ്മുടെ ഒരു പോയത്തിന്റെ താളത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് വന്ന് പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. 9th ചാപ്റ്റർ ആണ്. റേഡിയോ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഹെഡിങ് എന്ന് പറയുന്ന റേഡിയോ ആണ്. അപ്പം ടി വി ഒക്കെ വരുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവായിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. ഒരു സാങ്കേതിക വിദ്യയായിരുന്നു റേഡിയോ എന്ന് പറയാം. അപ്പം ഒരു ടി വി എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് മുൻപ് തന്നെ റേഡിയോ വളരെ പ്രചാരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ശബ്ദത്തിലൂടെ ആളുകൾ വളരെ വിനോദം കണ്ടെത്തുന്ന ഒരു പരിപാടിയും കൂടിയായിരുന്നു റേഡിയോ. അപ്പം ടി വി ഒക്കെ വന്നതിന് ശേഷമാണ് റേഡിയോക്ക് ഇത്രയും പ്രാധാന്യം കുറഞ്ഞത്. പക്ഷെ പണ്ട് കാലഘട്ടത്തില് ഒരു റേഡിയോ ഒക്കെ ഉള്ള ആ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവർക്ക് വലിയ വിലയായിരുന്നു. പണ്ട് കാലത്ത് ടി വി ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ ടി വി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടി വി ഉള്ള വീടുകൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ പണക്കാരുടെ വീടുകളൊക്കെ ആയിട്ടാണ് ആ നാട്ടിലെ ആളുകൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു അതിനു മുൻപ് റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോ എന്ന് പറയുന്നത് ചുരുക്കം ചില വീടുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. ആ റേഡിയോ കേൾക്കാനൊക്കെ ഒരുപാട് ആളുകൾ വീട്ടിൽ വന്നിരുന്നു. അതുപോലെ തന്നെ നല്ല വാർത്താവിനിമയ സംവിധാനങ്ങളും അതുപോലെ വാർത്തകൾ കാണാനും എന്തെങ്കിലും പരിപാടികളൊക്കെ ആസ്വദിക്കാനും ഒക്കെ റേഡിയോ നമുക്ക് ഓൺ ആക്കിയിരുന്നതിൽ സാധിച്ചിരുന്നു. റേഡിയോ ഈസ് സ്റ്റിൽ ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് widespread mode of mass communication in India. Consider a serious train accident. It is happened after midnight. Readers of newspapers will find out the next morning. This is 2 days later or after about 30 hours. However, it would be included in the AIR external news bulletin within an hour. As a result, radio is the fastest and has the broadcast reach. Another benefit of radio is its portability. Modern transistors are small and portable and can be carried anywhere, to a factory or a field, and even to the toilet while shaving or doing morning chores. Furthermore, radio is inexpensive and accessible to almost everyone. It is simple to use and can be turned on from anywhere, including outside the home. We see transistors and peddlers, push carts, and on the sidewalk where vegetable vendors and cobblers attack their wares of sale. It can be huge from a bike handle or carried while walking off and from work. അപ്പോൾ ഈ റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആക്സസിബിലിറ്റി ഉള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ദൂരദർശനിലൊക്കെ നമുക്ക് ആ ഒരു ഗവൺമെന്റിന്റെ റേഡിയോ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആകാശവാണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ആകാശവാണിയൊക്കെ കൂടാതെ നമുക്ക് പല റേഡിയോ മാധ്യമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയോ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നല്ല രീതിയിലുള്ള റേഡിയോ ജോക്കികൾ ഒക്കെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ പല ആളുകളും അത് ഭയങ്കരമായിട്ട് എക്സൈറ്റിങ്ങിലോടെ അത് ഓൺ ആക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമായിരിക്കും. അപ്പൊ ഈ റേഡിയോ പരിപാടികളൊക്കെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് റേഡിയോ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പൈസയൊന്നും ചിലപ്പോൾ റേഡിയോയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ എല്ലാ ആളുകൾക്കും വാങ്ങിക്കാനും അതുപോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ റേഡിയോയിലെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ചെയ്യാനേ ഒക്കെ സാധിക്കും. ഇപ്പൊ ഷേവ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ റേഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളെ ഡിസ്ട്രാക്ഷൻസ് ചെയ്യാത്ത ഒരു കാര്യം കൂടിയാണ് റേഡിയോ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ടി വി കണ്ടുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അരിയുമ്പോഴൊക്കെ ഫുഡിന് അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ അരിയുമ്പോൾ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ റേഡിയോ എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുകയും അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന ജോലികളിൽ ഒരിക്കലും ഒരു താളപ്പിഴയൊന്നും ഉണ്ടാവാതിരി ചെയ്യുവാനും അത് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റേഡിയോ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മീഡിയ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് റേഡിയോ എന്ന് പറയാം.
ഇനി സബ്സ്റ്റൻസ് ഓഫ് റേഡിയോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. റേഡിയോ പ്രോഗ്രാമിംഗ് ഈസ് എസെൻഷ്യലി ബേസ്ഡ് ഓൺ ഓഡിറ്ററി വാല്യൂ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം. റേഡിയോ പ്രോഗ്രാംസ് പ്രൊവൈഡ് എന്റർടൈൻമെന്റ്, ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഇനി എന്റർടൈൻമെന്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു റേഡിയോ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ് നമുക്ക് നൽകും അല്ലെ. ഈ റേഡിയോസ് വഴി നമുക്ക് ചിലപ്പോൾ പാട്ടുകൾ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രശസ്തരായ വ്യക്തികളുമായിട്ടുള്ള ചാറ്റ് കോൺവെർസേഷൻസ് ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈവൻ ഇന്റർവ്യൂസ് പോലും നമുക്ക് ചിലപ്പോൾ റേഡിയോസ് വഴി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ഒരുപാട് എന്റർടൈൻമെന്റ് നൽകുന്ന ഒന്നാണ് റേഡിയോ. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് നൽകുന്ന ഒന്നും കൂടിയാണ് റേഡിയോ. കാരണം വാർത്തകളൊക്കെ റേഡിയോ വഴി നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ ഈവൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് റേഡിയോസ് വഴി നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഈവൻ ട്രാഫിക്കിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നല്ല രീതിയിലുള്ള ഫുഡ് ലഭിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ റേഡിയോസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് അത് വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ റേഡിയോയിൽ വളരെയധികം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നമുക്ക് ഏതൊക്കെ എഡ്യൂക്കേഷൻ രീതിയിൽ നല്ല രീതിയിലുള്ള അവബോധ പരിപാടികളൊക്കെ നമ്മൾ റേഡിയോ വഴി നമുക്ക് നൽകപ്പെടാറുണ്ട്, നമ്മളത് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ റേഡിയോസ് വഴി വരാറുണ്ട് അല്ലെ. പരസ്യങ്ങൾ കേൾക്കാറുണ്ട് റേഡിയോസിൽ. അപ്പൊ ആ രീതിയിൽ പ്രൊഡക്ട്സിനെ പ്രൊവൈഡ് ചെയ്യുവാനും അതിനെ പ്രൊമോട്ട് ചെയ്യുവാനും ഒക്കെ, പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ റേഡിയോ വഴി സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് റേഡിയോസ് വഴി നമുക്ക് നൽകപ്പെടുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. Radio broadcast various entertainment programs, including music and songs, plays and talks. These entertainment programs also educated and inform the audience. Film songs, for example, which obviously entertained, also educated a deep and attentive listener about trends and socio-economic milieu through the words of the song. Certain considerations are made when programming entertainment broadcasts the first in the quality of entertainment, which would be of good taste and free of communal catast or other type of bias in a mass unrestricted listening environment. അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഒരു ആവേശം അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു റേഡിയോ വഴി നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എന്റർടൈൻമെന്റ് ആണെന്നുള്ള കാര്യം വളരെ ഷുവർ ആണ്. നമുക്ക് നല്ല രീതിയിലുള്ള സോങ്സ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചിലപ്പോൾ ചലച്ചിത്ര ഗാനങ്ങള്, ചലച്ചിത്ര പരിപാടികൾ, ഇതെല്ലാം നമുക്ക് റേഡിയോ വഴി ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ സെക്കൻഡ് വൺ ആണ് ഇൻഫർമേഷൻ. റേഡിയോസ് എന്ന് പറയുന്നത് ഇൻഫർമേറ്റീവ് ആണ് ഭയങ്കരമായിട്ട് നമ്മൾ പറയാറുണ്ട്. പെട്ടെന്നുള്ള ചില അപകടങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ റേഡിയോസ് വഴി പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ചിലപ്പോൾ നമ്മുടെ ഈ ടിവിയിലോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ റേഡിയോ വഴി ഈ ഒരു വാർത്തകളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. റേഡിയോ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ആൻഡ് couldn't talk shows. There are also several other programs which provide information to the audience. The information, however, should be authentic, variable, and provided in a way and does not cause social or law and order problems in a sensitive situation. For example, the immediate announcement of the death or toll in a communal clash or a police action with a person or provocative tone can aggregate you in future. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണെന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ റേഡിയോസ് വളരെയധികം ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നുണ്ട്. പ്രധാനമായിട്ട് ന്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് അറിയുന്നത് റേഡിയോസിലൂടെയാണ്. അതുപോലെ തന്നെ ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുക് പരക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഓരോരോ നല്ല നല്ല പദ്ധതികൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മളെ പെട്ടെന്ന് അറിയിക്കുന്നത് റേഡിയോ തന്നെയാണ്. അപ്പൊ അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇനി മറ്റൊന്നാണ് കൊമേഴ്ഷ്യൽസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ കൊമേഴ്ഷ്യൽസ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള പരസ്യങ്ങളാണ്. ഇപ്പൊ ഈ റേഡിയോ വഴിയുള്ള പരസ്യങ്ങൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. ഇപ്പൊ ഈവൻ കേൾക്കുകയാണെങ്കിൽ പോലും റേഡിയോ വഴി നമുക്കിപ്പോ കണ്ണൻ ദേവൻ, അതുപോലെ തന്നെ റെഡ് റോസസ് തുടങ്ങിയ ചായപ്പൊടികൾ, അതുപോലെ തന്നെ കാപ്പിപ്പൊടി ആണെങ്കിൽ
നെസ്കഫെ അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്ക് റേഡിയോ വഴി ഈ ഒരു കൊമേഴ്ഷ്യൽ ആഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കൊമേഴ്ഷ്യൽ ആഡുകളൊക്കെ നമ്മൾ സ്വാധീനിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ റേഡിയോ വഴി കേൾക്കുന്ന ഈ കൊമേഴ്ഷ്യൽ ആഡുകളൊക്കെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുപയോഗിക്കാനുള്ള ഒരു പ്രചോദനമാണ് നൽകുക. Commercials promote products and services. On November 1, 1967, commercial advertising on AIR began to increase the organization's revenue by promoting goods and services in the primitive sector. Commercial radio advertising requires mutual dictionary imagination and understanding of the essentials of understanding, such as an appealing salgon, an arresting sound of Anscott, the subtitle on bringing in the product and its material. Second one, the instruction and education. The line between instruction and education is rather thin. Instruction is a more immediate input than education and affect the mind surface, whereas education goes a little deeper and its ongoing process. Radio provides its listeners with both instructions and education through a variety of spoken word programs. Both are more than just knowledge and less than wisdom or elevation. A listening farmer, or example, can be instructed on how to use a new agricultural tool, but he must be educated on pest control. After years of introspection and analysis, wisdom about agricultural mechanisms emerge gradually. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷനും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പദ്ധതികളൊക്കെ നമുക്ക് ഈ ഒരു റേഡിയോ വഴി നമുക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ കൊറോണ സമയത്തും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ഈ ഒരു ജലജന്യ രോഗങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ, നമുക്ക് മുൻകരുതലുകൾ ഏതൊക്കെ എടുക്കണം, ഇതൊക്കെ റേഡിയോസ് വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവലിലും ഒക്കെ റേഡിയോ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പറയുന്നത് പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സ് ആണ്. Public service announcement program require authentic, factual and concrete information, as well as unemotional and timely delivery. Similarly, radio broadcast of public services campaigns on social issues such as family welfare, healthcare, hygiene, dowry, immunization, and so on have a high quality utility value. These social issues can be highlighted and thus raise social awareness among a large majority of listeners by using appropriate salgons. അപ്പോൾ ഇത്തരത്തിലെ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇത്തരത്തിൽ റേഡിയോ വഴിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ റേഡിയോസിൽ വഴി നമ്മളൊരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ റേഡിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, റേഡിയോയിൽ ഉണ്ടാകുന്ന എല്ലാ പരിപാടികളും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ പറയുന്നല്ല. അവർ കൃത്യമായിട്ട് രചനകളൊക്കെ നടത്തി സ്ക്രിപ്റ്റ് ഒക്കെ റൈറ്റ് ചെയ്തതിനു ശേഷമാണ് അവരുടെ പരിപാടികളൊക്കെ അവർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനായിട്ട് കഴിവുള്ളവരായിരിക്കും അവരുടെ റേഡിയോ ജോക്കികളായിട്ട് ഉണ്ടാവുക. അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. റൈറ്റിംഗ് ഫോർ റേഡിയോ ഡിഫേഴ്സ് greatly from writing for other medium. Many goods, book and newspaper article writers have struggled when asked to write for air, speak on the radio. Broadcasting demands on the writer. Recognizing the and comprehending the sound value of letters, words, and sentence is critical. In radio script writing, a long and complex sentence may trend well in print, but it is ineffective for radio listeners. The style and content of a radio scripts are determined by the audience. A writer or a talk for housewives, say no cooking or child rearing,
for MIDI listening, for example, must keep the subject simple while also presenting in a chat and interesting manner to keep the listeners from falling asleep. ഇപ്പൊ ബ്രോഡ്കാസ്റ്റിംഗ് ഡിമാൻഡ്സ് ഓൺ ദ റൈറ്റർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ റൈറ്റിംഗ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ റേഡിയോസിന് നല്ല രീതിയിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോളോയിങ് ആർ സം റേഡിയോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡസ് ആൻഡ് ഡസിൻസ്. അപ്പൊ ഡോൺസ്, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് റേഡിയോ റൈറ്റിംഗിൽ ചെയ്യാം, അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഫോർ റൈറ്റിംഗ് തിങ്ക് അബൌട്ട് ദ സബ്ജക്ട് ആൻഡ് ലേൺ എവറിത്തിങ് യു ക്യാൻ അബൌട്ട് ഇറ്റ്. അപ്പൊ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടിനെ കുറിച്ച് നമ്മൾ കഥകൾ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പരിപാടി എങ്ങനെ നടത്താമെന്ന് നമ്മൾ എഴുതുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച്, ആ പരിപാടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരമാവധി മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഫഹദ് ഫാസിലിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഫഹദ് ഫാസിലിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തയ്യാറാക്കി വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹം പണ്ട് നടത്തിയുള്ള ഇന്റർവ്യൂസ്, അദ്ദേഹത്തിന്റെ ജനനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ വളർച്ചകൾ, താഴ്ചകൾ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പരിപാടിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരന്ന വായനയും അതുപോലെ തന്നെ ആഴത്തിലുള്ള പഠനവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസ്യൂം യുവർ പൊട്ടൻഷ്യൽ ലിസണേഴ്സ് ആർ സിറ്റിംഗ് നെക്സ്റ്റ് ടു യു ഇൻ പേഴ്സൺ ആൻഡ് റൈറ്റ് ടു ദം ആസ് ഇറ്റ് ദേ ആർ ആക്ച്വലി ലിസണിങ് ടു യു. അപ്പം നമ്മുടെ വായനക്കാർ നമ്മളെ ശരിക്കും രീതിയിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരവും അല്ലെങ്കിൽ ടോൺ വ്യത്യാസമൊക്കെ നമ്മൾ നമ്മുടെ രചനകളിലൊക്കെ വരുത്തണം. അതുപോലെ നല്ല ഭാഷകൾ ഉപയോഗിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് യൂസിങ് കോംപ്ലിക്കേറ്റിംഗ് വേർഡ്സ് ആൻഡ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ടേംസ് യു ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെയധികം കുറയ്ക്കണം. കാരണം എല്ലാ ആളുകൾക്കും ചിലപ്പോൾ റേഡിയോ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം ആയിരിക്കില്ല. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അതുപോലെ തന്നെ യു മസ്റ്റ് റൈറ്റ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം എടുത്ത് എഴുതാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് tailor your writing is on the time to the time of a day, season and mood. For example, if you are giving a sports talk during peak evening hours, make it interesting, conversational and enjoyable in order to reach the largest possible audience. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ചില പരിപാടികൾ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആ ഒരു ടൈം പീരീഡ് നമ്മൾ തിരഞ്ഞെടുക്കണം. അതായത് വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പോർട്സിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നതെങ്കിൽ അത് കേൾക്കാനായിട്ട് കാണികൾ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെയാണ് നമ്മൾ സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ അത് കേൾക്കാൻ ചിലപ്പോൾ ആളുകൾ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അത് കേൾക്കുവാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റൈറ്റർ ആവാനായിട്ട്, നല്ല രീതിയിലുള്ള റേഡിയോ റൈറ്റർ ആവാനായിട്ട് സാധിക്കും. ഇനി ഗുഡ് ആൻഡ് ബാഡ് റൈറ്റിംഗ് ഉണ്ട്. Here is an example of good writing for radio. Don't thou art to dust returnest, say the Bible. Scientifically it is, however, more appropriate to say man is water and to water is water he returns, because according to Charles Darwin, man evolved from simple circular forms floating on water. 2/3 of the body is wasty, veteran substance. When after death he is early buried of cremated, and moral elements merge with the water in the soil. In some communities, and lifeless body is still surrendered to the flowing river. അപ്പോൾ ഈ ഒരു ഗുഡ് ആൻഡ് ബാഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും, അതുപോലെ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ എഴുതാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ബാഡ് റൈറ്റിംഗ് എന്താണെന്ന് നോക്കാം. The recognition that on amount of investment is power. Irrigation, transport and communication will improve the well-being of our people if they remain unlettered, led to the formal launch of National Adult Education Program in 1978. The program aimed at combining functionally
And awareness, ritual functional literacy projects and state adult education programs were taken up with the active involvement of voluntary agencies to achieve the objectives of the social responsibility. Parallel efforts were now one to achieve rapid universalization of primary education so as to check the rapid additions to the ranks of adult literatures. അപ്പം ഈ ഒരു ബാഡ് റൈറ്റിംഗ് ഗുഡ് റൈറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ബാഡ് റൈറ്റിംഗ് പ്രധാനമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഗുഡ് റൈറ്റിംഗ് നമ്മുടെ രചനയുടെ ഭാഗമാക്കി എടുക്കുക. ഇനി റേഡിയോ സ്ക്രിപ്റ്റിംഗ് ആൻഡ് ആർട്ട് ഓഫ് ആൻ ഇമാജിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. റേഡിയോ സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. A radio script can be a radio play and in a literative talk with the sound effects on a straight talk on the educational culture, social or economic topic. This variety of scripts necessitates very different approaches and treatments from the writer. One of the most difficult scripts of writing is a radio play script, and inexperienced player writings can fail miserably. When writing a radio play, a stage play writing is considered. There is no stage for the audience to see, nor determines persona or scene, and no action or spectacular scene can be specifically conveyed. അപ്പോൾ ഒരു റേഡിയോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു ആർട്ട് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയാം. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും മറ്റു കാര്യങ്ങൾക്ക് TV പരിപാടികൾക്കൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ സംഭവിക്കുന്നു, ഏതൊക്കെ നടക്കും എന്നുള്ളത്. പക്ഷേ റേഡിയോ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് യാതൊരു ചിലപ്പോൾ പിടി ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് സമയത്ത് തീരുമോ, ഒരാൾ തന്നെ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അത് സമയത്ത് തീരുമോ എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കും. അപ്പൊ റേഡിയോ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം അധ്വാനമുള്ള ഒരു ജോലിയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. റൈറ്റിംഗ് ഓർ ഫോർ റേഡിയോ ഓർ ടെലിവിഷൻ ഈസ് ഇൻ എസൻസ് റൈറ്റിംഗ് ഓർ ദ ഇയർ ആസ് എ റിസൾട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ സ്ക്രിപ്റ്റ് വിത്ത് സൗണ്ട് ഈസ് ക്രിട്ടിക്കൽ. അപ്പോൾ നല്ല രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്ന് പറയുന്നതും റേഡിയോസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എന്ന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. കാരണം കട്ടിയുള്ള വേർഡുകളൊക്കെ യൂസ് ചെയ്താൽ ആളുകൾക്ക് ചിലപ്പോൾ അത് കേട്ടിരിക്കാനുള്ള ഒരു മാനസിക സ്ഥിതി ഉണ്ടാവണമെന്നില്ല. നമ്മുടെ കൂട്ടുകാരൻ സംസാരിക്കുന്ന പോലെ നമുക്ക് പറയാനായിട്ട് സാധിച്ചാലേ നമ്മുടെ കേൾക്കുന്ന ആളുകൾ കൂടുതൽ അക്ഷമരായിട്ട് വളരെ ക്ഷമയോട് കൂടെ ഇരുന്ന് അത് കേൾക്കുകയുള്ളൂ. അപ്പൊ അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദ സൗണ്ട് ഓഫ് നോർമൽ സ്പീച്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇൻഫോർമൽ വേർഡ്സ് എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇൻ എവറി ഡേ കൺവെർസേഷൻ ഷോർട്സ് ഇൻഫോർമൽ കൊളോക്കിയൽ വേർഡ്സ് abound through length and formal words can be used to describe say as ornated personality. They can also sound stiff and steady. Is not pompous. Is usually gradually used with the like beautiful convey and discomfortable spiritually when conveying even the most adequate speakers in likely to use short and simple words. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ തന്നെ ഇൻഫോർമൽ വേർഡുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതും നല്ലതാണെന്നാണ് പറയാം. കാരണം റേഡിയോ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും കേൾക്കുന്നത് തങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തി പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ഔപചാരികമായിട്ട് വളരെ കട്ടിയുള്ള വേർഡുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകൾ റേഡിയോ കേൾക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയുന്ന കാര്യം എന്ന് പറയുന്നത് കോൺട്രാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ കോൺട്രാക്ഷൻസ് മസ്റ്റ് ബി യൂസ്ഡ് ബൈ ദ സ്ക്രിപ്റ്റ് റൈറ്റർ വിത്ത് സേ ഐ ആം ഗോയിങ്, ഐ കുഡ് ഡു ദാറ്റ്, യു വുഡന്റ് ടെൽ മീ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കോൺട്രാക്ഷൻസിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതും നമ്മുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ റേഡിയോയിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ സെന്റൻസ് യൂസ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എ തേർഡ് റിക്വയർമെന്റ് ഈസ് ദ സഡൻ sentence be brief than straightforward. As previously stated, the writer must be well aware of basic rules of usage that did aid in the expression of our idea. Language that is tame, colorless, hesitating and non-communal sounds better than definitive assertion.
അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റേഡിയോയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും വേർഡുകൾ അല്ലെങ്കിൽ ഒരു വാചകങ്ങൾ ഇൻകംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പാടില്ല. കാരണം എപ്പോഴും വേർഡ്സും അതുപോലെ തന്നെ സെന്റൻസുകളും കംപ്ലീറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കേൾക്കുന്ന ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞാൻ ഇവിടം വരെ എന്നും പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ എന്താണ്, പോയി എന്നോ അല്ലെങ്കിൽ ഞാൻ അവിടെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ അത് ആളുകൾക്ക് ചിലപ്പോൾ അനുഭവവേദ്യമാവുള്ളൂ. അതുകൊണ്ട് എല്ലാ രീതിയിലും കംപ്ലീറ്റഡ് ആയിട്ട് സെന്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഡയലോഗ് ആൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതും ഡയലോഗ് ഇസ് എ script writer's most important tool for revealing character. When developing a character, a writer must avoid putting anything in the lines that the inconsistent with the character who speaks them. അപ്പോൾ ഇത്തരത്തിൽ ഡയലോഗും അതുപോലെ തന്നെ ക്യാരക്ടറും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ക്രിയേറ്റീവ് റൈറ്റിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ റേഡിയോസിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ആളുകളുടെ ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ആളുകളുടെ ജീവിത രീതികൾ, ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ആളുകൾ സ്വന്തം ക്യാരക്ടറും അതുപോലെ തന്നെ ഡയലോഗും എല്ലാം കൃത്യമായിട്ട് അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വേണം പറയാനായിട്ട്. ഇനി നറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. നറേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഇൻ റേഡിയോ. Narration in film and television has declined sharply because it is unnecessary to describe when is happening in visual forms. As a result, radio narration is still widely used. The primary goal of narration is to communicate information to an audience more effectively, and dialogue narration serve three main forces. ഓക്കെ, അപ്പൊ അതാണ് നാരേഷൻസ് എന്ന് പറയുന്നത്. നാരേഷൻ എന്ന് പറയുന്നത് ആ ഒരു കവിത അല്ലെങ്കിൽ ഒരു റേഡിയോയിലെ പരിപാടി പറയുന്ന രീതിയാണ് ഈ ഒരു നറേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിലുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്പോസിഷൻ, ഇറ്റ് ക്യാൻ ടു ലുക്ക് ബാക്ക് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പാസ്റ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് വന്ന് ഇറ്റ് ക്യാൻ പ്രോഗ്രസ് ആൻഡ് ഷെൽഡ് ലൈറ്റ് ഓൺ ദ ഫ്യൂച്ചർ ബൈ providing information of interpretation. Narration can reinforcement the message and thus increase the impact of the situation. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തേർഡ്, നറേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ദ റൈറ്റേഴ്സ് ഫീലിംഗ് അബൌട്ട് എ ടോപ്പിക്, ദോ such observations may add to the program's meaning. A excess of gratuities and unnecessary commentary will inevitable dimensions its impact. അതുപോലെ തന്നെ റേഡിയോസ് ലാക്ക് ഓഫ് വിഷ്വൽസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു റേഡിയോയുടെ ആ ഒരു വിഷ്വൽസ് നമുക്ക് കിട്ടത്തില്ല അല്ലെ. റേഡിയോ വഴി നമുക്ക് ഒരിക്കലും വിഷ്വൽസ് നമുക്ക് കിട്ടാൻ പോകില്ല. അപ്പം നമ്മൾ ഈ TV ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെയധികം ഒരു ശ്രവണ മാധ്യമം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് നമുക്ക് കേട്ടുകൊണ്ട് മാത്രമേ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടെ നമ്മൾ ഈ ഒരു റേഡിയോസിൽ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേർഡ്സിലെ കൂടുതൽ ആ വിഷ്വലൈസും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു വാക്കുകൾ, ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ്. ഇൻ ദ ഫിലിം ഓഫ് ടെലിവിഷൻ വിഷ്വൽസ് പ്രൊവൈഡ് മച്ച് ഓഫ് ദ നറേഷൻ. ആസ് എ റിസൾട്ട്, മെയിൻറ്റെയിൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ action rather than the action itself sufficient. The narration, dialogue or commentary or on radio, on the other hand, must also describe the action. It has radio continue to describe everything as if it were a book. It would be extremely boring. An implement a description of the action or situation must be included in the dialogue or narration. അപ്പോൾ നമ്മൾ കണ്ട് ബോധ്യപ്പെടുന്നതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഈ റേഡിയോയിലെ പരിപാടികളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു എന്താണോ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ അതിന്റെ ഒരു പരിസ്ഥിതിയൊക്കെ കൂടെ നമ്മൾ പറഞ്ഞിട്ട് വേണം ആ ഒരു ഇപ്പം കഥയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ സന്ദർഭവും അതുപോലെ തന്നെ ഇതിന്റെ പ്രകൃതി, ഭൂപ്രകൃതി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം നറേഷൻ നമ്മളോട് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്നതും ഈ റേഡിയോസിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നാണ്. നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നതിനേക്കാൾ വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ വളരെ ശബ്ദം പിച്ച് ഉയർത്തി പിച്ച് താഴ്ത്തിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞാൽ മാത്രമേ അത് കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല സന്തോഷത്തോടെ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ ഒന്നിച്ചിന്ന് പറയുകയല്ലാതെ ഹലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് വളരെ
ആ ഒരു പറയുന്നതിന്റെ രീതി, ആ താളമൊക്കെ നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് പറയുവാണെങ്കിൽ നല്ലതാണ്. ഹലോ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് എങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കാം, പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും, അതിന് വളരെയധികം ഉദാഹരണങ്ങളുണ്ട്, ഈ എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു റേഡിയോസിലൊക്കെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു മോഡുലേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വായനക്കാർ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്നത് ഈ റേഡിയോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആളുകളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് സഹായകരമാകും. അതുപോലെ തന്നെ മ്യൂസിക് ഫോർ റേഡിയോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു റേഡിയോസിൽ കൊടുക്കാറുണ്ട്. മ്യൂസിക് ഈസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ എൻഹാൻസിങ് ദ ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് എ ഡ്രാമ. ദ ഫോളോയിങ് ആർ ദ മോസ്റ്റ് കോമൺ റേഡിയോ മ്യൂസിക് ആപ്ലിക്കേഷൻസ്. As a signature of theme for a drama series, dharma series or a particular dharma. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ റേഡിയോസിലൊക്കെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില റേഡിയോസ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മ്യൂസിക്, ആ ഒരു അതിന്റെ ഋതവും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മ്യൂസിക് ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ റേഡിയോ, ബട്ട് ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് വിത്ത് കോഷൻ. It is impossible to over sentiment and the value of moderation and selection. Extra conclusion and required when listening to radio background music studies. Students frequently use well-known compositions which completely captive and audience. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല രീതിയിൽ മ്യൂസിക്കോട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കേൾവിക്കാരനെ പിടിച്ചിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത് പഠിക്കാനായിട്ട്. ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് is the any need for carefully choose an even entertainment matter for broadcast in present day India. ഇപ്പൊ എന്റർടൈൻമെന്റ് എന്നുള്ള നിലയിൽ ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ റേഡിയോസ് എത്രത്തോളം ഇന്നത്തെ ഇന്ത്യയിൽ ഒരു അതിന്റെ സ്വാധീനം ഒരു എന്റർടൈൻമെന്റിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഹൗ ആർ കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റ് ഓവർ AIR ഡിഫറെന്റ് ഫ്രം എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, ഗീവ് എക്സാമ്പിൾസ്. നമ്മൾ പറഞ്ഞു നല്ല രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ആർട്സും കാര്യങ്ങളും എല്ലാം റേഡിയോസ് വഴി നമ്മുടെ ആളുകളിലേക്ക് എത്താറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്, അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ വന്നിട്ട് കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, writing a radio differs greatly from writing for any other media, particularly print, discuss. അതായത് റേഡിയോയിലുള്ള രചനകളൊക്കെ എങ്ങനെയാണ് പ്രിന്റിങ്ങിലും അതുപോലെ തന്നെ മറ്റ് രചനകളെ നിന്നും ഒക്കെ ഡിഫറെന്റ് ആവുന്ന എങ്ങനെയാണെന്ന് ഉള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിയാൽ. കാരണം ഞാൻ പറഞ്ഞു റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിഷ്വലി നമുക്ക് ഒരിക്കലും ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഏക ഒരു മാധ്യമം എന്ന് പറയുന്നത് ഈ ശ്രവണ മാധ്യമമാണ്. നമ്മൾ കേൾക്കുന്നതിലൂടെ മാത്രമേ അത് ആസ്വദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ കേൾക്കുന്ന ശബ്ദം വളരെ മനോഹരമാകാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പിച്ച് മോഡുലേഷൻ ഒക്കെ കൊണ്ടുവരാനൊക്കെ ആ ഒരു റേഡിയോ ജോക്കി കഴിഞ്ഞാൽ മാത്രമേ ആളുകളെ കൂടുതൽ പിടിച്ചിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നല്ല വൈകാരികമായിട്ട് കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾക്കും പെട്ടെന്ന് നല്ല രീതിയിൽ ഉത്തരങ്ങൾ പറയാനായിട്ടൊക്കെ സാധിച്ചാൽ മാത്രമേ നല്ലൊരു റേഡിയോ നമുക്ക് അല്ലെങ്കിൽ ഒരു റേഡിയോ പ്ലാറ്റ്ഫോം നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വന്ന് കണ്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ TV എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെലിവിഷൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ സംശയമൊന്നും ചോദിച്ചില്ല, സംശയമൊക്കെ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.